വെൽക്കം ടു CMR ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ആൻഡ്രൂ മാർവെല്ലിൻ്റെ ടു ഹിസ് കോൾ മിസ്ട്രസ് എന്ന് പറയുന്നത് പോയാണ് നമ്മൾ നോക്കുന്നത്. സോ ടു ഹിസ് കോൾ മിസ്ട്രസ് ഈസ് ദ മോസ്റ്റ് ഫേമസ് കാപ്ഡിയം പോയം ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിട്ടൺ ബൈ ആൻഡ്രൂ മാർവെൽ, എ സെക്കൻഡ് ജനറേഷൻ മെറ്റാഫിസിക്കൽ പോയറ്റ്. മെറ്റാഫിസിക്കൽ പോയറ്റിൽ സെക്കൻഡ് ജനറേഷൻ എന്നാണ് അതിൽ ഉൾപ്പെടുന്നൊരു പോയറ്റാണ് ആൻഡ്രൂ മാർവെൽ. അദ്ദേഹത്തിൻ്റെ ഒരു കാപ്ഡിയം പോയം, കാപ്ഡിയം മീൻസ് സീസ്ഡ്, അതായത് ഇന്നത്തെ ദിവസം മാക്സിമം നമ്മൾ സന്തോഷിക്കുക, നാളത്തേക്ക് വേണ്ടിയിട്ടത് കാത്തു വെക്കേണ്ടതില്ല, ആ ഒരു തീമിലാണ് ടു ഹിസ് കോൾ മിസ്ട്രസ് എന്ന് പറയുന്ന ഈ പോയം എഴുതിയിട്ടുള്ളത്. ഈ പോയത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഔട്ട്ലൈൻ ആദ്യം പറയാം. സോ ഈ ഒരു കവിത, ഇതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കവി അദ്ദേഹത്തിൻ്റെ ലവറിനോട് പറയുന്ന രീതിയിലൊരു ഇമാജിനേഷൻ, ആ രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് സമയം അനന്തമായിരുന്നെങ്കിൽ, നമുക്ക് ഈ ലോകത്തിലെ മുഴുവൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ ഈ നാണവും മടിയുമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനടുത്തേക്ക് വരാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഫുൾഫിൽ ആവാത്ത, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കണക്ഷൻ ഇദ്ദേഹം ആഗ്രഹിച്ചതുപോലെ എത്താത്ത ആ ഒരു കണ്ടീഷനിൽ ലവറിനോട് പറയുന്ന രീതിയിലൊരു ഇമാജിനേഷൻ, ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഈ കവിത ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ പറയുന്നുണ്ട്, നമ്മളുടെ മുന്നിൽ സമയം അനന്തമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ സമയം നമുക്ക് മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ എത്ര നാണം കാണിച്ച് മാറി നിന്നിരുന്നെങ്കിലും എനിക്കതൊരു പ്രശ്നമാവുമായിരുന്നില്ല. ഈ ലോകം അവസാനിക്കുന്ന അത്രയും കാലം നീ എന്നോടുള്ളൊരു ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് അതില്ലെങ്കിലും എനിക്ക് ഇത്രയധികം പ്രോബ്ലം ഒന്നും തോന്നില്ല. അപ്പോൾ അത്രയും സമയം നമുക്ക് മുമ്പിൽ ഒരുപാട് കാലം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ പതുക്കെ വളർന്നുകൊണ്ട് ഈ സ്നേഹം ഒരു വലിയ സാമ്രാജ്യത്തേക്കാൾ അത്ര ഉയരത്തിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ അത്രയും കാലം മുമ്പിലുണ്ടെങ്കിൽ അത്രയും കാലം ഞാൻ കാത്തിരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മളുടെ മുമ്പിൽ സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ മുന്നിൽ അത്രയും സമയമുണ്ടെങ്കിൽ അത്രയും കാലം നിൻ്റെ കണ്ണുകളെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടും, അതുപോലെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും പുകഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയും ഞാൻ അത്രയും കാലം എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വർഷങ്ങളുടെ കണക്കുകളൊക്കെ മുന്നിലേക്ക് നിരത്തുന്നുണ്ട്. അപ്പോൾ തൻ്റെ മുമ്പിലുള്ള അത്രയും സമയം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള അത്രയും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സമയം കാലം അത്രയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം നിരാശ അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ ഒരു ടോട്ടൽ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസിലേക്ക് എത്തുന്ന സമയത്ത് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്കറിയാം സമയം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ഈ സമയം ഇങ്ങനെ കടന്നു പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കെപ്പോഴും നല്ല ബോധ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയം കഴിയുന്ന അതേപോലെ തന്നെയാണ് ഈ ലോകത്ത് നമ്മളുടെ ഈ സ്നേഹം പൂർത്തീകരിക്കാൻ കഴിയാതെയുള്ള ആ ഒരു നിമിഷങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സമയത്ത് സമയം കടന്നു പോകുന്നതിനനുസരിച്ച് നിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും. പിന്നീട് മരണപ്പെട്ടു പോയ ശവക്കുഴിയിൽ വെച്ച് നിന്നെ പുകഴ്ത്തി ഞാൻ പാടുന്ന പാട്ടുകൾ ആരെങ്കിലും കേൾക്കുമോ? ജീവിതകാലം മുഴുവൻ നീ എനിക്ക് വേണ്ടി സൂക്ഷിച്ച നിൻ്റെ കന്യകാത്വം പോലും ശവക്കുഴിയിൽ വെച്ചിട്ട് അതില്ലാതെയായി മാറുന്നു. ഞാൻ എത്ര കാലം ആഗ്രഹിച്ചതെല്ലാം ഒരു ചാരമായിട്ട് മാറിപ്പോവാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചാരമായി മാറുകയാണ് അവസാനം ഉണ്ടാവുക. ആ ഒരു കാലം വെയിറ്റ് ചെയ്യുന്ന അത്രയും കാലം ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയാതെയാണ് ഇല്ലാതെയായി മാറുന്നത്. ഈ ശവക്കല്ലർ അല്ലെങ്കിൽ ശവക്കുഴി എന്നൊക്കെ പറയുന്നത് വളരെ ശാന്തമായ സ്വകാര്യമായ ഒരിടം തന്നെയാണ്. പക്ഷേ അവിടെ ആരും പരസ്പരം ഒന്നു ചേരുന്നില്ലല്ലോ. അപ്പോൾ മരണം കാലം കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മരണത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാവുക എന്നുള്ളൊരു സങ്കല്പം, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കാര്യമില്ലല്ലോ. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിതെല്ലാം ഒരു പ്രശ്നമാക്കാതെ ഒരുപാട് വർഷങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അധികം സമയം മുന്നിലില്ലാത്തത് കൊണ്ട് നിൻ്റെ സൗന്ദര്യം ഇപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ മാത്രമുള്ള എല്ലാം നിനക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നീ എൻ്റെ അടുത്തേക്ക് വരണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം വീണ്ടും അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഒരിക്കലും നമ്മളെ കാർന്ന് തിന്നാൻ അനുവദിക്കാതെ സമയത്തെ ഒരു പരുന്ത് ഇര വിഴുങ്ങുന്ന അതുപോലെ നമുക്ക്
സമയത്തെ വിഴുങ്ങിക്കൊണ്ട്, അതായത് സമയം നമ്മളെ ഒരു തടസ്സമാവാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ സഹകരണം ഇവിടെ അത്യാവശ്യമാണ്. സമയത്തെ നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട്. സമയം നമ്മളെ വിഴുങ്ങാൻ ഒരിക്കലും അനുവദിക്കാതെ നമ്മളൊന്നായി തീരേണ്ടതുണ്ട്. അതിന് നിൻ്റെ സഹകരണം ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. അപ്പോൾ ടോട്ടലി ഈ ഒരു കവിതയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ലവറിനോട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു 3 ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ ടോട്ടലി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എക്സ്ട്രാ റെഫറൻസ് ഒന്നുമില്ല. ഫസ്റ്റ് സ്റ്റാൻസയിൽ ഇന്ത്യയിലെ ഗംഗാ നദിയെക്കുറിച്ചും അതുപോലെ ഇംഗ്ലണ്ടിലെ ഹംബർ നദിയെക്കുറിച്ചും ഒരു എക്സ്ട്രാ റെഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിലെ ഒരു പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം വളരെ നോർമലി അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ ലൈൻസിലൂടെയാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാപ്ഡിയം എന്ന് പറയുന്നത് സീസ് ദ ഡേ, ആ ഒരു 3rd ലൈനിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ തന്നെ എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് ആദ്യത്തെ 2 സ്റ്റാൻസയിലും ആ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്തതിന് ശേഷം 3rd സ്റ്റാൻസിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആ സീസ് ദ ഡേ എന്ന് പറയുന്ന ഒരു തീമിൻ്റെ ഒരു ലൈനിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇന്നത്തെ ദിവസമാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്, ഒരിക്കലും ഒരു സന്തോഷവും നാളത്തേക്ക് വെക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു തീം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈറ്റിൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ. ടു ഹിസ് കോയ് മിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിലിനകത്ത് സ്പീക്കർ അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലേഡി ലവറിനെ തന്നെയാണ്. അവിടെ കോയ് അല്ലെങ്കിൽ ഷൈ, ഹെസിറ്റൻറ്റ്, ആ ഒരു റെസ്പോൺസീവ് അല്ലാത്ത, എപ്പോഴും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത ആ ഒരു നാണക്കാരിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലവറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്, ഒരു സ്വന്തം ആത്മഗതം എന്ന് പറയല്ലേ, ആ രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ദെൻ ഇതിനകത്തൊരു യാംബിക് ടെട്രാമീറ്റർ കപ്ലറ്റ്സിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. റൈം സ്കീം, അതിൻ്റെ സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3 പാർട്ട് സ്ട്രക്ചറിലാണ് കവിത പറയുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ലോകവും സമയവും ഒരുപാട് ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷേ പാർട്ട് 2ലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് സമയമില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ വരിയിൽ അതിനാൽ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ആഗ്രഹം ഇതിലേക്ക് എത്തിച്ചേരണം, അതിനുവേണ്ടി സമയം കാത്തു വെക്കേണ്ടതില്ല, സമയത്തെ നമ്മൾ മറികടക്കണം. അങ്ങനെ ആ 3 രീതിയിലാണ് കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനി പോയത്തിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട് 1-നകത്ത് പറയുന്നത്, സമയം പരിധികളില്ലാത്തതായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിൻ്റെ നാണം ഒരിക്കലും ഒരു കുറ്റമാവുമായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ സ്നേഹവും നമ്മളുടെ പ്രണയവുമൊക്കെ നമ്മൾ എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സമയം നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാമായിരുന്നു എന്നതിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആലോചിക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കവിയുടെ മനസ്സിൽ. അപ്പോൾ ആ സമയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സമയമുണ്ടാകുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗംഗാ നദീതീരത്ത് നിനക്ക് റൂബീസ് ശേഖരിക്കാമായിരുന്നു, അതുപോലെ ഞാൻ ഹംബർ നദിയുടെ തീരത്ത് ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം വളരെ ഒരു എക്സ്ട്രാ റെഫറൻസാണ് അതിനകത്തുള്ളത്. ഒരുപാട് വലിയൊരു ലോജിക്കലായ കാര്യമൊന്നുമല്ല, എങ്കിലും അദ്ദേഹം അത് പറയുന്നുണ്ട്. അത്രയും സമയമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സമയമുണ്ടാവുമായിരുന്നെങ്കിൽ അന്ത്യവിധി ദിവസം വരുന്നത് വരെയും ഒരു പക്ഷേ നിന്നെ ഞാനിങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു, അപ്പം അത്രയും കാലം എനിക്ക് അത്രയും ക്ഷമയുണ്ടാവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു വെജിറ്റബിൾ ലവ് എന്ന് പറയുന്നൊരു ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഒരുപാട് സമയമുണ്ടാവുമായിരുന്നെങ്കിൽ ഈ പതിയെ വളരുന്ന ഒരു സ്നേഹം സാമ്രാജ്യത്തേക്കാൾ വളരെ വിസ്തൃതിയിൽ ആവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ചെടി പോലെ സ്വാഭാവികമായി പതുക്കെ വളർന്നിട്ട് അതൊരു സാമ്രാജ്യം പോലെ ആവുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു അതിനെയാണ് ആ വെജിറ്റബിൾ ലവ് എന്ന് പറയുന്നത് പറയുന്നത്. അപ്പോൾ അത്രയും സമയം എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ അത്രയും സമയം എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ അവയവവും അതിനൊക്കെ എത്ര വർഷങ്ങൾ എടുക്കുന്നുണ്ടെന്നതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് എത്തുന്ന സമയത്തെക്കുറിച്ചും സമയമില്ലായ്മയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ശവക്കല്ലറയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതായത് ആ സങ്കല്പം അവിടെ തകരുകയാണ് അല്ലേ. അതായത് ഒരുപാട് സമയമുണ്ടാകുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള നമ്മുടെ കവിയുടെ ആ സങ്കല്പം അങ്ങോട്ട് തകർന്നു പോവുകയാണ്, സമയമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ടൈം സ്വിങ് ചാരിയോട്ട് ഹറിങ് ന്യൂ, അതായത് അത്രയും
ധൃതിയിൽ പിടിച്ചുകൊണ്ടാണ് സമയം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പോകുന്നത്. സമയത്തിന് യാതൊരു ദയയും നമ്മളോടില്ല. മുന്നിലൊരു വലിയൊരു മരുഭൂമി പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഇത്രയും കാത്തിരുന്നിട്ട് മരണം വന്നു കഴിഞ്ഞാൽ ആ മരണം നിന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് വളരെ നിശബ്ദമായ വളരെ സ്വകാര്യതയുള്ള ഒരു ശവക്കല്ലയിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ നിരാശ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത്രയും പറഞ്ഞിട്ടെങ്കിലും അവൾ എൻ്റെ അടുത്തേക്ക് വന്നോട്ടെ എന്നാൽ അദ്ദേഹം ആ ഒരു ലവർക്ക് കുറച്ചും കൂടി ഒരു ബോധമുണ്ടായിക്കോട്ടെ, അത്രയും പെട്ടെന്ന് അവൾ എന്നിലേക്ക് വരാൻ, അവളുടെ ആ നാണം മാറ്റിവെച്ച് എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി അത് അദ്ദേഹം അതവിടെ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും അവൾ തിരിച്ചു വരട്ടെ എൻ്റെ അടുത്തേക്ക് വളരെ പെട്ടെന്ന്, സമയം കളയാതെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കന്യകയായിട്ടാണ് നീ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ശവക്കല്ലറയിൽ നീ പുഴുക്കൾക്ക് ഭക്ഷണമാവുമ്പോൾ നിൻ്റെ കന്യകാത്വം എടുക്കുന്നത് അവരല്ലേ, ഞാനല്ലല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതുപോലെ അങ്ങനെ വളരെ നമുക്ക് വളരെ സിമ്പിളായി തോന്നുന്ന കാര്യങ്ങളാണിതെല്ലാം. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു ഫീച്ചേഴ്സിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളുമാണ് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത്. മെറ്റാഫിസിക്കൽ പോയറ്റ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. തേർഡ് സ്റ്റാൻസിലേക്കുന്ന സമയത്ത് കവിത അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നുള്ള രീതിയിലേക്ക് കവിത പോകുന്നുണ്ട്. സോ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ട സമയമാണ് നമ്മളുടെ യൗവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം നീ ഇങ്ങനെ മാറി നടക്കുന്നത് ശരിയല്ലല്ലോ എന്ന രീതിയിലേക്ക് ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം കൂടി അവിടെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമയം നമ്മളെ ഭക്ഷിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കതിനെ മറികടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സൂര്യനെ ഒന്നും നമുക്ക് നിർത്താൻ കഴിയില്ലല്ലോ, പക്ഷെ അത്രയും തീവ്രമായിട്ട് നമുക്ക് ജീവിച്ച് സമയത്തെ കീഴടക്കാൻ കഴിയണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നു. സോ ഈ ഒരു പോയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയാണ്. അതേപോലെ തന്നെ കാപ്ഡീവ് എന്ന് പറയുന്നൊരു ആശയം കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വെജിറ്റബിൾ ലവ്, ടൈം സ്വിങ് ചാരിയോട്ട്, അങ്ങനെയുള്ള ചില ലൈൻസിലൂടെയൊക്കെ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മറ്റുള്ള മെറ്റാഫിസിക്കൽ പോയിൻറ്റ്സ് ഇപ്പോൾ ജോൺ ഡണിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കവിത കുറച്ചും കൂടി സിമ്പിളാണ്. അത്രയധികം വലിയ ടഫായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലെക്സ് ആയിട്ടുള്ള ആശയങ്ങളൊന്നും അദ്ദേഹത്തിനെത്തില്ല. വളരെ സിമ്പിളായ ലൈൻസിലൂടെ, എന്നാൽ കുറച്ചും കൂടി നമുക്ക് ചിന്തിക്കാത്ത, നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് അദ്ദേഹത്തിൻ്റെ. ഇവിടെ കവിത എന്തായാലും ഒരു ഭാവനയിലാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു സ്ഥലത്ത് നടന്ന സംഭവമല്ല. പക്ഷേ ഗംഗാനദിയെക്കുറിച്ചും ഹംബലിനെക്കുറിച്ചൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കവിതയിലെ വില്ലൻ എന്ന് പറയുന്നത് സമയം തന്നെയാണ്, ടൈം തന്നെയാണ്. നമ്മുടെ പിന്നാലെ ഇങ്ങനെ നമ്മളെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന ഒന്നാണ് സമയം. അപ്പോൾ ഇവിടെ വില്ലൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമയം തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ മരണത്തിന് ശേഷം ആഗ്രഹിച്ചതെല്ലാം വേസ്റ്റായി മാറുന്നു എന്നുള്ളതും, അതുപോലെ ഒരു ചെടി പതുക്കെ വളർന്ന് സമയമുണ്ടാവുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ചെടി പതുക്കെ വളർന്ന് വരുന്നത് പോലെ നിന്നെ സ്നേഹിച്ചതൊരു സാമ്രാജ്യമായി എൻ്റെ പ്രണയം മാറുമായിരുന്നു എന്ന് പറയുന്നതും, ഈ സമയമില്ലാത്തതുകൊണ്ട് സമയത്തെ ഒരു പരുന്ത് ഒരു ഇരയെ വിഴുങ്ങുന്ന അത്രയും ലാഘവത്തോടു കൂടി സമയത്തെ നമ്മൾ മറികടക്കണമെന്ന് പറയുന്നതിലൂടെയുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കാമുകിയോടുള്ള അതിൻ്റെ തീവ്രമായ ആഗ്രഹമാണ് കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ടു ഹിസ് കോൾ മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പോയത്തിനകത്തുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ്സേ എഴുതിൻ്റെ രീതികളൊക്കെ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സിമ്പിളായി പോയാണ്. എന്നാലും നമ്മൾ എഴുതുന്ന സമയത്ത് മെറ്റാഫിസിക്കൽ കൺസീറ്റ്, ആ ഒരു മെറ്റാഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഏതൊക്കെ ലൈൻസിലാണ് അത് എന്നുള്ളത് കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് ഇതിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ആശയം നിങ്ങൾക്ക് കിട്ടും. അതായത് മറ്റുള്ള കവിതകളൊരു പക്ഷേ കുറച്ചും കൂടി തിമാറ്റിക്കലായിട്ട് തന്നെ ഒരുപാട് ആശയങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ടാവും. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പോയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളും നമുക്ക് പറയാനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ ഒരു പോയം എഴുതുന്ന സമയത്ത് ഈ വെജിറ്റബിൾ ലവ്, അതുപോലെ സീസ് ദ ഡേ, കാപ്ഡിയും ഡ്രമാറ്റിക് മോണോലോഗ്, അങ്ങനെയുള്ള കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കവിതയുടെ സമ്മറിയിലേക്ക് എത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഇട്ടതിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട്, പ്രതീക്ഷിക്കാതെ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില കുട്ടികളൊക്കെ നമ്മളുടെ ഗ്രൂപ്പിനകത്ത് നിന്ന് നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും എക്സാമും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്.
പക്ഷെ നമ്മൾ തുടക്കത്തിൽ ഞാൻ യൂട്യൂബിൽ SEOയുടെ ക്ലാസ് ഇട്ട സമയത്ത് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു എന്നതൊഴിച്ച് പിന്നീട് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെ ഒരു കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് ഒരുപാട് കുട്ടികളുമായി സംസാരിച്ചിരുന്നൊരു കാലം, ഒരു 10 വർഷക്കാലം കഴിഞ്ഞ് ഇപ്പോൾ ഈ 1-2 വർഷം ഞാനിങ്ങനെ ഒരു റൂമിനകത്തിരുന്ന് ഒരിക്കലും കാണാത്ത, ഒരിക്കലും പരിചയമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എനിക്ക് ആരും എൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും ഇല്ലാത്ത ഈ ഒരു സമയത്ത് ക്ലാസ് നന്നായിരുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് ഉള്ള ചില കാര്യങ്ങളെയൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു മെസ്സേജ് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്നെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് എനിക്ക് ബിഗ് താങ്ക്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 വർഷം ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഒരുപാട് സന്തോഷമൊക്കെ ആയി. നമ്മളിങ്ങനെ ക്ലാസ് എടുത്ത് സംശയങ്ങളൊക്കെ തീർത്ത് പോയിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ കുറച്ച് ലീവിലൊക്കെ ആയി ഞാനൊരു 2 വർഷം ഇങ്ങനെ ഒരു ചെറിയൊരു റൂമിനകത്തിരുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ, നമുക്ക് ആരാണ് അറിയില്ല. അധികം കമൻസിലൂടെയൊന്നും ആരും സംസാരിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റ് ഒന്നുമില്ല. എന്നാലും എവിടെയോ കുറച്ച് പേരെന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് മെസ്സേജ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ ആളും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരു എനിക്ക് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഒരു യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്ന സ്ഥലത്ത് എനിക്ക് വളരെ ഏറ്റവും ചെറിയ ഒരു കൗണ്ട് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എങ്കിൽ കൂടിയും അതിൽ നിന്നും ഒരു കമൻ്റ് ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും ഒരു 5 പേര് കേട്ട് കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു നിമിഷം ഇന്ന് എനിക്കുണ്ടായി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.